ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 18-ാം തിരുവചനം. അസൂയ നിമിത്തമാണ് അവർ അവനെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് അവൻ അറിഞ്ഞിരുന്നു. പീലാത്തോസിൻ്റെ അടുക്കൽ യേശുവിനെ വിസ്തരിക്കാൻ കൊണ്ടുവന്നപ്പോൾ വളരെ വ്യക്തമായി പീലാത്തോസിന് മനസ്സിലാകുകയാണ്, യഹൂദന്മാർക്ക് യേശുവിനോടുള്ള അസൂയ നിമിത്തമാണ് അവനെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നതെന്നും ആ അസൂയ കൊലപാതകത്തിലേക്കാണ് എത്തിക്കുന്നതെന്നും പീലാത്തോസിന് മനസ്സിലാവുകയാണ്. അതിനാലാണ് പീലാത്തോസ് ചോദിക്കുന്നത്, യേശുവിനെയാണോ നിങ്ങൾക്ക് വിട്ടുതരേണ്ടത്, അതോ ബറാബാസിനെയാണോ? സ്വതന്ത്രനാക്കുവാൻ യേശുവിനെ നിങ്ങൾക്ക് വേണോ, അതോ കുറ്റവാളിയായ ബറാബാസിനെ വേണോ എന്ന് ചോദിക്കുമ്പോൾ അസൂയ മുറ്റിനിന്ന ജനം വിളിച്ചു പറയുകയാണ്, ആ ദേശത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയായ ബറാബാസിനെ ഞങ്ങൾക്ക് സ്വതന്ത്രനാക്കി തരണമെന്ന്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അസൂയ ഒരു വ്യക്തിയെ കൊലപാതകത്തിലേക്ക് നയിക്കും. അസൂയയുള്ള ഒരു വ്യക്തി അവൻ്റെ ജീവിതം കൊലപാതകത്തിലെ സാക്ഷിയോ കൊലപാതകത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയോ ഒരു കൊലപാതകിയോ ആയി മാറും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾക്ക് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാം. ഈ തിന്മ, ജലസ്, മറ്റുള്ളവരുടെ നന്മയിൽ, മറ്റുള്ളവരുടെ പ്രശസ്തിയിൽ എനിക്ക് അസൂയയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കേണ്ട സമയമായി, എൻ്റെ സ്വഭാവം മാറ്റേണ്ട സമയമായി. അല്ലെങ്കിൽ ഞാൻ ഒരു കൊലപാതകിയോ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്നവനോ ആയി മാറാൻ സാധിക്കും. എൻ്റെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായി മാറും. എൻ്റെ ജീവിതം ഈ ലോകത്തിന് തന്നെ ഒരു നാശമായി മാറും. ഈ നിമിഷം പിതാവായ യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാലും അനുഗ്രഹത്താലും നമ്മൾക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവസമക്ഷം നമ്മൾക്ക് വിട്ടുകൊടുക്കാം. ആ ദൈവം നിങ്ങളിൽ ഒരു നുള്ളു പോലും അസൂയയുടെ കിരണങ്ങളുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റി നിങ്ങളെ ശോധന ചെയ്ത് വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതം ആ തിന്മ മാറി അനുഗ്രഹത്തിൻ്റെ ജീവിതമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവിധ അനുഗ്രഹവും ഇന്ന് തരട്ടെ. ഇന്ന് നിങ്ങളുടെ പ്രവൃത്തികളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകട്ടെ. ഈശോയുടെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും നേരുന്നു.